അങ്ങനെ കൊളുക്കുമലയിലെ സൂര്യോദയമൊക്കെ കണ്ട് താഴോട്ടിറങ്ങി പോവുകയാണ്. അപ്പോൾ വണ്ടി പറഞ്ഞ സമയമായിട്ടുണ്ട്. അപ്പോൾ താഴെയാണ് ജീപ്പ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കയറി വന്നപ്പോൾ ഇവിടെ മൊത്തം ഇരുട്ടായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടത്. അങ്ങനെ കൊളുക്കുമല ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇങ്ങോട്ട് വന്ന ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇനിയും തിരിച്ചിറങ്ങാം. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. ഇനിയും തിരിച്ചിറങ്ങുമ്പോഴേ നമുക്ക് വന്ന സ്ഥലങ്ങളൊക്കെ നേരവേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു സമയം ഇപ്പം 7:41 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ അവിടെ അത്യാവശ്യം നല്ല വെയിൽ വന്നു. ഇനി ആ മേളിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലാണ്. വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. ക്ലൗഡ് ബെഡ് ഒന്നും നമ്മൾ കണ്ടില്ല. പിന്നെ അത്യാവശ്യം സൺറൈസൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ക്രൗഡുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേളിലൊക്കെ വേറെ വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറേ പേരെ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ തിരക്കൊന്നും വരുന്നില്ല. പിന്നെ ഇത് ഇവിടെ ആണെങ്കിലും ഈ സൈഡിലൊക്കെ ആണെങ്കിലും സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ അടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വ്യൂ പോയിൻറ്റിലോട്ട് പോകാൻ പറ്റും. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ ജീപ്പ് കിടപ്പുണ്ട്. അപ്പോൾ അതിന് കയറി പോവുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ വരാൻ കാരണം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നവർ. പെട്ടെന്ന് കയറി പോകാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു പോയിന്റ് തന്നത്. ഈ ആദ്യം കിടക്കുന്നത് നമ്മൾ വന്ന ജീപ്പാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാനും കൂടെ വരാനുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കണ്ട ഒരു ചേട്ടനാണിത്. അപ്പം ഇവരെല്ലാം മലയാളികൾ തന്നെയാണ്. ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പം ഇനി വേണം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ വെച്ച് തന്നെ കണ്ടു. അപ്പോൾ അവരൊക്കെ പുറകെ വരുവേ ഉള്ളൂ. ഇനി ഇവിടെയുള്ളവർ പറഞ്ഞു കേട്ടത് ഇന്നത്തെ വ്യൂ അടിപൊളിയായിരുന്നെന്നാണ്. എല്ലാ ദിവസവും വന്നാൽ ഇതേപോലെ വ്യൂ കാണാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. എല്ലാ ദിവസവും ഒരേ വ്യൂ ആയിരിക്കില്ല ഇവിടെ നിന്ന് കിട്ടുന്നത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതനുസരിച്ച് ഇവിടുത്തെ വ്യൂവും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ. നമ്മളെടുത്തിരിക്കുന്ന പാക്കേജ് നമ്മളെ ആ വ്യൂ കൊണ്ട് കാണിക്കാനും അതേപോലെ തിരിച്ചു കൊണ്ട് നമ്മളെ റൂമിൽ കൊണ്ട് വിടാനേ നമ്മുടെ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വരുന്ന വഴിക്കൊന്നും നിർത്താതെ പോകുന്നത്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വീഡിയോയിൽ ആദ്യമേ കണ്ടായിരുന്നു ഒരു ഗേറ്റ് കണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടുന്ന് തന്നെ വേറെ ജീപ്പ് വിളിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കയറി വരാൻ സാധിക്കും. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഓരോ സ്ഥലത്ത് നമുക്ക് നിർത്തി ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് നമുക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ജീപ്പുകളെല്ലാം ഇവിടെ ഓരോരുത്തരെയും കൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഇനി ഇവരൊക്കെ ഈ ജീപ്പൊക്കെ ഇനി താഴോട്ട് തിരിച്ചിറങ്ങി വരാനുള്ളതാണ്. അപ്പോഴത്തേക്ക് ഈ കാണുന്ന വ്യൂ ഒക്കെ നമുക്ക് നേരിൽ കാണുമ്പം അതിമനോഹരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇവിടുന്ന് ഡയറക്റ്റ് കാണുവാൻ വേണ്ടി. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായ വണ്ടിക്കൊന്നും നമുക്കിങ്ങോട്ട് വരാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടുന്ന് ഇതേപോലെ ജീപ്പ് വിളിച്ച് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ സാധിക്കത്തുള്ളൂ. നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളെല്ലാം കാണാൻ അതിമനോഹരമാണ്. എവിടെ നോക്കിയാലും നമുക്ക് ആ ഭംഗി കാണാനുണ്ട്. നമുക്ക് ഒട്ടും മടുക്കത്തില്ല ഈ ഒരു യാത്ര. അത്യാവശ്യം നല്ല കുലുങ്ങിയാണ് ജീപ്പ് ഇറങ്ങിപ്പോകുന്നതെങ്കിലും നമുക്ക് ആ മടുപ്പ് അനുഭവപ്പെടുന്നില്ല. അപ്പം നമ്മുടെ മുന്നിലും പുറകിലൊക്കെ ആയിട്ട് ജീപ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഈ ഒരു ചെറിയ വഴിയിൽ കൂടെ നമ്മുടെ ജീപ്പ് ഓവർടേക്ക് ചെയ്തു പോകുന്നത് കാണാൻ അതിമനോഹരമാണ്. ആ എക്സ്പീരിയൻസും അതിമനോഹരമാണ്. ഇതിപ്പം നമ്മുടെ പുറകിൽ കൂടെയൊക്കെ ഓരോ ജീപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ജീപ്പ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് പൊടിയൊക്കെ കയറുമായിരുന്നു. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെയാണ്. വെയിലാണേലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റൈഡ് തന്നെ നമുക്ക് ഈ ജീപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു സമയമാകുമ്പോൾ എല്ലാവരും സൂര്യോദയം കണ്ട്
താഴേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മുടെ പുറകിൽ നിരവധി ജീപ്പുകൾ പുറകെ വരുന്നുണ്ട്. ഇനി താഴെ എത്താൻ കുറച്ച് സമയം മാത്രമേ ഉള്ളെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ജീപ്പിൻ്റെ പടുത നോക്കിയാൽ അറിയാം രാവിലെ എന്തേലും പൊടി ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ പാട്ടൊക്കെ ഇട്ടാണ് ജീപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവസാനം എത്താറായി. അപ്പോൾ വളരെ പെട്ടെന്നാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ കണ്ട അത്ര പെട്ടെന്നാണെന്ന് തോന്നത്തില്ല. എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വഴിയാണെങ്കിലും നമുക്ക് ഒരു ജീപ്പ് ക്രോസ് ചെയ്യാനും പറ്റും ഇതിലെ കൂടെ. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ് ഇവിടെ നിന്നുള്ളത്. ഇവിടെ അത്യാവശ്യം ജനവാസ മേഖലയൊക്കെയാണ്. ഇവിടെ പള്ളികളും അതുപോലെ തേയില ഫാക്ടറികളും വീടുകളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എൻ്റെ കൂടെ വന്നവരെല്ലാം ഈ റൈഡ് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിലായതിനാൽ ഞാൻ വീഡിയോയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡിൽ തന്നെ വന്നു. അതുകൊണ്ട് ജീപ്പ് വളരെ വേഗത്തിലാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടെ നമ്മുടെ റൂമിലെത്താനുള്ളൂ. അങ്ങനെ എനിക്ക് ഈ കൊളുക്കുമല ട്രിപ്പ് ഒരിക്കലും മറക്കാനാവാത്ത കുറേ നിമിഷങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിലെത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ റൂമിലേക്ക് എത്താനുള്ളൂ. ഇനി ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ 2 മണി വരെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഒന്ന് കിടന്നുറങ്ങാനൊക്കെ ഉള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയും പിന്നെ സാമ്പാർ പിന്നെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ വടയും. ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എങ്ങോട്ടൊന്നും പ്ലാനൊന്നുമില്ല. ഏതായാലും അങ്ങോട്ട് പോയേക്കാം.